വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡയറീസ്. ഇന്ന് സദ്യ സ്പെഷ്യൽ റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ പ്രഷർ കുക്കറിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് പരിപ്പാണ്. ഇത് തുവരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് ഒരു ബൗളിനകത്തേക്ക് ചേർത്തതിന് ശേഷം നന്നായി വാഷ് ചെയ്ത് ഒരു 10 മിനിറ്റ് സമയം ഞാനിവിടെ കുതിർത്ത് വെക്കുന്നുണ്ട്. ഇങ്ങനെ പരിപ്പ് കുതിർത്ത് വെച്ചതിന് ശേഷം കുക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് കുക്കായി കിട്ടും. പിന്നീട് ഈ പരിപ്പ് ഞാൻ ഒരു കുക്കറിനകത്തേക്ക് മാറ്റുകയാണ്. കുക്കറിനകത്തേക്ക് പരിപ്പ് ചേർത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നീട് ഇതിനകത്തേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം കുക്കർ നന്നായി അടച്ചതിന് ശേഷം ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 3 വിസിൽ വരുന്ന സമയം വരെ കുക്ക് ചെയ്തെടുക്കുക. പരിപ്പ് കുക്കാവുന്ന സമയം കൊണ്ട് വെജിറ്റബിൾസ് എല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇളവനും മീഡിയം സൈസിലുള്ള ഒരു ക്യാരറ്റും ഒരു പച്ചക്കായയുടെ പകുതിയും ഒരു ഉരുളക്കിഴങ്ങിൻ്റെ പകുതിയും മീഡിയം വലുപ്പത്തിലുള്ള ഒരു സവാളയും ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസ് എല്ലാം നീളത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നീട് ഇതിനൊപ്പം 7 വെണ്ടക്ക ചെറിയ കഷ്ണങ്ങളാക്കിയതും അതുപോലെ തന്നെ ഒരു വലിയ തക്കാളി അരിഞ്ഞെടുത്തതും എടുത്തിട്ടുണ്ട്. പിന്നെ 3 പച്ചമുളകും അതുപോലെ തന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളിയും നീളത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ പരിപ്പെല്ലാം ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട്. പരിപ്പ് നന്നായി കുക്കായതിന് ശേഷമാണ് ഇതിനകത്തേക്ക് നമ്മൾ വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വെജിറ്റബിൾസ് ചേർക്കുമ്പോൾ കഷ്ണങ്ങൾ കൂടിപ്പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കഷ്ണങ്ങൾ കൂടിപ്പോയാൽ സാമ്പാറിന് അത്ര ടേസ്റ്റ് തോന്നുകയില്ല. ആവശ്യത്തിനുള്ള കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെജിറ്റബിൾസ് ചേർത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. പിന്നീട് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 3 പച്ചമുളക് നെടുകെ കീറിയതും 4 അല്ലി വെളുത്തുള്ളി നെടുകെ കീറിയതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവ ചേർത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നീട് ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. പച്ചക്കറി നികക്കനെ നിൽക്കുന്ന വിധത്തിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കുക്കർ അടച്ച് ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വരുന്ന സമയം വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. കുക്കാവുന്ന സമയം കൊണ്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങക്കായയുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. മുരിങ്ങക്കായ ഈ എണ്ണയിലൊന്ന് വഴറ്റിയിട്ടാണ് നമ്മൾ സാമ്പാറിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് വെണ്ടക്കയുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. ഒരു 3-4 മിനിറ്റ് സമയം ഒന്ന് വഴറ്റിയെടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. പിന്നീട് ഇതിലേക്ക് തക്കാളിയുടെ കഷ്ണങ്ങളും ചേർത്ത് ഒന്നിച്ച് വഴറ്റിയതിന് ശേഷം ഞാനിതിവിടെ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഈ വെണ്ടക്കയെല്ലാം ഇങ്ങനെ വഴറ്റിയതിന് ശേഷം ചേർത്ത് കഴിഞ്ഞാൽ സാമ്പാറിൽ നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുക. ഈ സമയം കൊണ്ട് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നന്നായി കുക്കായി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാനിവിടെ കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. വഴറ്റി വെച്ചിരിക്കുന്ന തക്കാളിയും വെണ്ടക്കയും മുരിങ്ങാക്കായും എല്ലാം ചേർത്ത് കൊടുക്കുക. പിന്നീട് ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളി ഞാൻ കുതിർക്കാൻ വെച്ചിരുന്നു. അത് നന്നായി പിഴിഞ്ഞ് ആ വെള്ളമാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് ഒരു ചെറിയ കഷ്ണം കട്ടിക്കായം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ കായപ്പൊടിയാണെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. പിന്നീട് ഇതിലേക്ക് ചേർക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ അളവിൽ സാമ്പാർ പൊടിയാണ്. ഇവ ചേർത്തതിന് ശേഷം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് സമയം ഒന്ന് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ കറിയെല്ലാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. കഷ്ണങ്ങളൊന്നും ഉടയാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ഈ സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് മല്ലിയിലയാണ്. 2 തണ്ട് മല്ലിയില ചെറുതായി അരിഞ്ഞ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾക്ക് സാമ്പാർ താളിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക.
പിന്നീട് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം 4 അല്ലി ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ ഉള്ളി നന്നായി ഒന്ന് വഴന്നു വന്നതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മൾക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. 3 വറ്റൽമുളക് രണ്ടായി കീറിയതിന് ശേഷം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് കുറച്ച് കറിവേപ്പില കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾക്കിത് സാമ്പാറിനകത്തേക്ക് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു സാമ്പാറിൻ്റെ സ്മെല്ല് തന്നെ വരുന്നുണ്ട്. താളിച്ചതിന് ശേഷം ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് വറുത്തരച്ച സാമ്പാറിൻ്റെ റെസിപ്പി വേണമെന്നുള്ളവർ ചാനലിൽ ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളതെടുത്ത് ആ വീഡിയോ കണ്ടതിന് ശേഷം റെസിപ്പി ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഞാനിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.